ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് റെയിൻഡ്രോപ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെയിൻ ഓഫ് ലവ് എന്ന യൂണിറ്റിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന ലെസൻ്റെ 2 ഭാഗം എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഭാഗം എടുക്കാൻ പോവാണ്. എല്ലാവർക്കും സ്വാഗതം. മൂന്നാമത്തെ പാർട്ട് ദ ന്യൂസ് സ്പ്രെഡ്സ് എന്നാണ്. ദ ന്യൂസ് സ്പ്രെഡ്സ്. ഓക്കെ, നൗ വി ക്യാൻ റീഡ് ദിസ് പാർട്ട്. Then grandfather stood up and went outside and called aloud, "Come, Raja, come, I won't beat you." But I did not answer him, for I thought that he would beat me. Grandmother was angry and said, "He won't come, you drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away." Okay. വി ക്യാൻ ലുക്ക് അറ്റ് ദിസ് പാർട്ട് ടുഡേ. നമുക്ക് ഈ പാർട്ടിലുള്ള ചില സംശയങ്ങളും വേർഡ്സിൻ്റെ ഡിഫിക്കൽട്ടീസൊക്കെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്നൊരു നോക്കാം. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്. അല്ല, ഇവിടെ ഒരു വാക്കുണ്ട്. എന്താണ്? സ്റ്റുഡ് എന്ന വാക്കുണ്ട് അല്ലേ? സ്റ്റുഡ് എന്ന വാക്ക് സ്റ്റാൻഡ് എന്ന വാക്കിൻ്റെ പാസ്റ്റാണ്. പിന്നെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും സ്റ്റുഡ് തന്നെയാണ്. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ് അല്ലേ? പിന്നെ മറ്റൊരു വാക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ വെൻ്റാണ്. വെൻ്റ് എന്നത് ഗോ എന്ന വാക്കിൻ്റെ പാസ്റ്റാണ് വെൻ്റ്. പിന്നെ എൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ. ഗോ, വെൻ്റ്, ഗോൺ. ഈ വേർഡ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് വേർഡ് ബീറ്റാണ്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ. ബീറ്റിന് ചാടിക്കുക എന്നാണ്. ബീറ്റിൻ്റെ പാസ്റ്റ് ബെറ്റാണ്. സ്പെല്ലിംഗ് അത് തന്നെയാണ്, BEAT തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബീറ്റൺ ആണ്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ അല്ലേ? പിന്നെ അടുത്തൊരു വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഡ്രോവ് ആണ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഡ്രൈവ് ആണ് റൂട്ട് ഫോം. അതിൻ്റെ പാസ്റ്റ് ഡ്രോവ് ആണ്. ഡ്രിവൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓടിക്കുക എന്നർത്ഥമുണ്ട്. ഡ്രൈവ് എവേ എന്ന് പറയുമ്പം ഓടിച്ചു വിട്ടു എന്നർത്ഥം ഉണ്ടാകും. ഓടിച്ചു വിട്ടു. പിന്നെ മറ്റൊരു വേർഡ് ഉണ്ട്, കെയിം എന്ന വേർബ്. കെയിം. കം എന്ന ക്രിയേൻ്റെ പാസ്റ്റാണ് കെയിം. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം ആണ്. കം, കെയിം, കം. പിന്നെ ഇതിൽ മറ്റ് ഡിഫിക്കൽട്ട് വേർഡ്സ് ഒന്നുമില്ല ഈ പാട്ടിൽ. നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ്. വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ഡു? ഹി സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ്. ഹി വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്. ഹി കോൾഡ് അലൗഡ്, "Come, Raja, come, I won't beat you." Grandfather was also getting annoyed. He said, "Come, Raja, come." എന്താണ്? രാജ വരൂ, "I won't beat you." ഞാൻ നിന്നെ അടിക്കില്ല എന്നാര് പറഞ്ഞു? ഗ്രാൻഡ് ഫാദർ വിളിച്ചു പറഞ്ഞു അല്ലേ? ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. രാജ എന്ത് ചെയ്തില്ല? ഹി ഡിഡ് നോട്ട് ആൻസർ. അവന് പേടിയായിരിക്കാം അല്ലേ? ചിലപ്പോൾ പേടിയായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ പേടി തോന്നാറുണ്ടോ? ആരെങ്കിലും നിങ്ങളെ വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ? ഉണ്ടാവില്ലേ? അപ്പം ഗ്രാൻഡ് ഫാദർ ചീത്ത പറഞ്ഞപ്പോൾ രാജയ്ക്ക് എന്തായി? പേടിയായി. സോ ഐ വോണ്ട് ബീറ്റ് യു എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. പക്ഷേ ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. കുട്ടി മറുപടി പറഞ്ഞില്ല. രാജ മറുപടി പറഞ്ഞില്ല. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. രാജ തോട്ട് ദാറ്റ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് ഹിം. ഗ്രാൻഡ് ഫാദർ രാജയെ അടിക്കുന്ന രാജ ഭയപ്പെട്ടു. എന്നാലും ഇതില്ല, മറുപടി പറഞ്ഞില്ല. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി. ഗ്രാൻഡ് മദറിന് ദേഷ്യമായിരുന്നു എപ്പോഴേ. ആൻഡ് സെഡ്, "ഹി വോണ്ട് കം." ഗ്രാൻഡ് മദർ പറയാണ്, "ഹി വോണ്ട് കം." രാജ വോണ്ട് കം. രാജ വരില്ല. "യു ഡ്രോവ് ഹിം എവേ." നിങ്ങൾ അവനെ ഓടിച്ചു വിട്ടതാണല്ലേ? നിങ്ങൾ അവനെ ഓടിച്ചു വിട്ടതാണ്. "ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം." വീട്ടിലേക്ക് വരികയാണെങ്കിൽ, ഇഫ് യു കെയിം ഹോം, വീട്ടിലേക്ക് വരികയാണെങ്കിൽ യു വുഡ് ബീറ്റ് ഹിം, നിങ്ങൾ അവനെ അടിക്കുന്നു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. "ഐ ഹേർഡ് യു" എന്ന് ആര് പറഞ്ഞു? ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറോട് ചൂടായി. "Poor child, he is afraid of you and has run away." Poor child അല്ലെ? പാവം കുട്ടി എന്നാണ്. "He is afraid of you." He is still fearing. You are afraid of you. നിങ്ങളെ പേടിയാണ് കുട്ടിക്ക്. "And he has run away." He has run away. അങ്ങോട്ട് ഓടിപ്പോയാണ് കുട്ടി എന്നാര് പറയും? ഗ്രാൻഡ് മദർ പറയും. ഓക്കെ. അപ്പോഴേ ഇതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഞാൻ വായിക്കാൻ ശ്രമിക്കാം, നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ. Grandfather called the servants and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. ഓക്കെ, ഈ ഭാഗത്തുള്ള വേർഡ്സൊക്കെ നമുക്ക് നോക്കാം. പ്രയാസമുള്ള വേർഡ്സൊക്കെ നോക്കാം.
ഇതിൽ ഒരു വേർഡ് എന്താണെന്ന് വെച്ചാൽ പ്രയാസമുള്ളൊരു വേർഡ് എന്താണെന്ന് വെച്ചാൽ വീപ്പിംഗ് ആണ്. വീപ്പ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് വെപ്റ്റാണ്. ഞാൻ എഴുതി ശ്രദ്ധിക്കുക എല്ലാവരും. വീപ്പ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് വെപ്റ്റാണ്. വീപ്പ്, വെപ്റ്റ്. തേങ്ങിക്കരയുക എന്ന് വീപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ. വിതുമ്പിക്കരയുക, തേങ്ങിക്കരയുക നിൽക്കുകയാണ് വീപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ പാസ്റ്റ് വെപ്റ്റാണ്. വീപ്പ്, വെപ്റ്റ്. അടുത്ത വേർഡ് സിമ്പതിയാണ്. കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡ് അല്ലേ. അടുത്ത വേർഡ് എന്താണ്? കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡ് എന്ന വാക്ക്, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നോക്കാം. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ ഓപ്പൺ ഏരിയ ആണ്. വീടിൻ്റെ ഒക്കെ മുന്നിൽ ഉണ്ടാകുന്ന ഓപ്പൺ ഏരിയ ആണ് കോർട്ട്യാർഡ്. മുറ്റം എന്ന് പറയും. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ മുറ്റാണെന്ന് അർത്ഥം. വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഫ്രണ്ട് ഭാഗത്തുള്ള ഓപ്പൺ ഏരിയ ആണ് കോർട്ട്യാർഡ്. എൻ്റെ ഉച്ചാരണം കോർട്ട്യാർഡ് എന്നാണ്. കോർട്ട്യാർഡ് അത് മുറ്റാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് വേർഡ് സിമ്പതിയാണ്. സിമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാളോട് അനുകമ്പ ഉണ്ടാവില്ലേ. അനുകമ്പ തോന്നുക, ദയ അല്ലെ അനുകമ്പ തോന്നുന്നതിനാണ് എന്ത് പറയുക? സിമ്പതി എന്ന് പറയുക. ഈ വേർഡ്സാണ് ഇതിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Grandfather called the servants and asked them to go out and look for me. He called the servants ഇല്ലേ, വേലക്കാരക്കാർ വിളിച്ചു, ഗ്രാൻഡ് വിളിച്ചു. And asked them to go out and look for me. He told them to go out and look for രാജയെ തേടി പുറത്തു പോകാൻ വേണ്ടി ആരെ പറഞ്ഞയച്ചു? സെർവൻസിനെ ഗ്രാൻഡ് പറഞ്ഞയച്ചു. They went out, but after a while returned to say that they could not find me. They went out, അവരവിടെ പോയി, പുറത്തേക്ക് പോയില്ലേ. ബട്ട് ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയത്തിന് ശേഷം ചെയ്തു, റിട്ടേൺ ടു സേ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. എന്ത് പറഞ്ഞുകൊണ്ട്? ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ, എന്നെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു വന്നു അല്ലേ. പിന്നെന്താണ്? ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് മദർ കരയാൻ തുടങ്ങിയില്ലേ. പിന്നെ കരയാൻ തുടങ്ങിയില്ലേ. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അല്ലേ. up and down the courtyard. അപ്പോൾ എന്ത് ചെയ്തു? The news that I was missing spread. The news spread everywhere. What was the news? Raja was missing. എന്നുള്ള ന്യൂസ് എല്ലായിടത്തേക്കും പരന്നു. Our neighbors came first. Who came first? Yes, neighbors came first. ആദ്യം ആര് വന്നു? അയൽവക്കക്കാരല്ലേ. നൈബേഴ്സ് വെച്ചാൽ അയൽവക്കക്കാരാണ്, അവർ ആദ്യം വന്നു. Then our relatives, ബന്ധുക്കൾ വന്നു അല്ലേ. And then others who had heard of the bad news. Who heard the bad news? ആരൊക്കെയാണ് ഈ മോശം വാക്ക് കേട്ടത്, അല്ലെങ്കിൽ മോശം ന്യൂസ് കേട്ടത്, വാർത്ത കേട്ടത്? അവരൊക്കെ എന്ത് ചെയ്തു? ഈ സങ്കടം ഉണ്ടാക്കുന്ന, ബാഡ് ന്യൂസ് ഇവിടെ അർത്ഥം സങ്കടം ഉണ്ടാക്കുന്ന ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു? പലരും വരാൻ തുടങ്ങി. എൻ്റെ റിലേറ്റീവ്സും മറ്റാൾക്കാരൊക്കെ വരാൻ തുടങ്ങി. Many came to offer their sympathies to grandmother. Many people started expressing their sympathies to grandmother. ഗ്രാൻഡ്മദറിനോട് സിമ്പതി കാണിച്ചുകൊണ്ട് എല്ലാവരും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു അല്ലേ. പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം നോക്കാം. ഓക്കെ. Grandfather did not like this. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go and find him instead of wasting your time here?" അപ്പം ഗ്രാൻഡ് പറയാണ്. ഇതൊരു വാക്കുണ്ട്, ഇതൊരു വാക്കുണ്ട്, ഹൈഡിങ് എന്ന വാക്ക്. ഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റ് ഹിഡാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹിഡൻ ആണ്. ഹൈഡ്, ഹിഡൻ. ഓക്കെ, ഹൈഡ്, ഹിഡൻ. Grandfather did not like this. ഗ്രാൻഡ്ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ഇഷ്ടപ്പെട്ടില്ല? People started coming there. He did not like this. He shouted. അദ്ദേഹം എന്ത് പറഞ്ഞു? Nothing has happened to the boy. ബോയ്ക്ക് nothing has happened. ഒന്നും സംഭവിച്ചില്ല, രാജയ്ക്കൊന്നും സംഭവിച്ചില്ല. He is hiding somewhere else here. അല്ലെ, ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. Can't some of you go and find him instead of wasting your time here? Why can't some of you go and find him? ആർക്കും ഒരാൾക്ക് പോയിട്ട് കണ്ടെത്തിക്കൂടെ, അവൻ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തിക്കൂടെ? ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. ഇവിടെ നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തിക്കൂടെ ആര് ചോദിക്കും? ഗ്രാൻഡ് ചോദിക്കും അല്ലേ. അപ്പോൾ ആ ചിത്രം കണ്ടോ നിങ്ങൾ? കൗഷഡിൽ എന്താണ്? റൂഫ് അല്ലേ, ലോഫ്റ്റ് നിൽക്കുന്ന കുട്ടി അല്ലേ, അതാണ് ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. രാജാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഭാഗത്തേക്ക് കിടക്കാം. ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. Grandmother felt angry with grandfather. Do you support the grandmother? Why? Grandmother എന്തായിരുന്നു? Felt angry with grandfather. She was angry with grandfather. Grandfather-ആയിട്ട് എന്തായിരുന്നു? ദേഷ്യത്തിലായിരുന്നു. Do you support the grandmother? Why? ആരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾ ഗ്രാൻഡ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ഉത്തരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കാം.
അപ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ന രീതിയിലൊരു വാചകം ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ട്, ഉത്തരം എഴുതിയിട്ടുണ്ട്. യെസ്, ഐ സപ്പോർട്ട് ഗ്രാൻഡ് മദർ. രാജ വെൻറ്റ് അവേ ബിക്കോസ് ഗ്രാൻഡ് ഫാദർ സ്കോൾഡഡ് ഹിം. യെസ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ. രാജ വെൻറ്റ് അവേ, രാജ എന്ത് ചെയ്തു, ദൂരേക്ക് പോയതുകൊണ്ടാണ്. ബിക്കോസ് ഗ്രാൻഡ് ഫാദർ സ്കോൾഡഡ് ഹിം, ഗ്രാൻഡ് ഫാദർ ശകാരിച്ചുകൊണ്ടാണ് അല്ലേ. ഇനി അതല്ല, നിങ്ങൾ ചില ആൾക്കാർക്ക് നോ, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ എന്താ നമ്മൾ പറയുക, നോ ഐ ഡോണ്ട് സപ്പോർട്ട് ഗ്രാൻഡ് മദർ, ഞാൻ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് രാജ ഷുഡൻറ്റ് ഹാവ് ഡൺ സോ വിത്ത് ഗ്രാൻഡ് ഫാദർ. രാജ എന്ത് ചെയ്യരുതായിരുന്നു, ഗ്രാൻഡ് ഫാദറിനോട് അങ്ങനെ എന്താണ് വൃക്ഷം പിടിച്ച് കുലുക്കിയിട്ട് നനയിപ്പിക്കരുതായിരുന്നു അല്ലേ. അപ്പം നോ ഐ ഡോണ്ട് സപ്പോർട്ട് ഗ്രാൻഡ് മദർ ബിക്കോസ് രാജ ഷുഡൻറ്റ് ഹാവ് ഡൺ സോ വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പം ഈ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ ഭാഗത്തുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലൂസ് ഹിസ് ടെമ്പർ? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറിന് എന്ത് പറ്റിയത്, ക്ഷമ നശിച്ചല്ലേ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കാൻ എന്താണ് കാരണം അല്ലേ, എന്താണെന്ന് ചോദിക്കുക. 11ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലൂസ് ഹിസ് ടെമ്പർ? മെനി പീപ്പിൾ കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. ധാരാളം ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, മെനി പീപ്പിൾ കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിന് സിമ്പതി, അനുകമ്പ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും, അനുകമ്പ പ്രകടിപ്പിച്ചുകൊണ്ട് പല ആൾക്കാരും വന്നു തുടങ്ങിയില്ലേ. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്, ഗ്രാൻഡ് ഫാദർ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഹി ലോസ്റ്റ് ഹിസ് ടെമ്പർ. അപ്പം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തൻ്റെ ദേഷ്യം പിടിച്ചു അല്ലേ, അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Some of them went out to search for me. More and more people came and soon there was a big crowd. By now grandmother had lost all hope of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. ഈ ഭാഗമാണുള്ളത് അല്ലേ. ഇതൊന്ന് നമുക്ക് നോക്കാം. അപ്പോഴേ ഈ ഭാഗത്ത് ഉള്ള ഏതാനും വേർഡ്സ് നമുക്ക് ശ്രദ്ധിക്കുക, അറിയേണ്ട 2 വേർഡ്സ് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ലൂസ് എന്ന വാക്കാണ്, ലൂസ് അല്ലേ. ഇവിടെ കൊടുത്തത് ലോസ്റ്റ് ആണ്. ലൂസ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ആണ് ലോസ്റ്റ്. ലൂസ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ആണ് ലോസ്റ്റ്. എൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ലോസ്റ്റ് തന്നെയാണ്. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. LOSC ലൂസ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്നർത്ഥമാണ്. ഉച്ചാരണം ലൂസ് തന്നെയാണ്. ഇനി വേറൊരു LOOSC ഉണ്ട്, ലൂസ്, LOOSC. അതെന്ന് വെച്ചാൽ അങ്ങനെ ലൂസായി നിൽക്കാൻ പറ്റില്ല, ഇളകി നിൽക്കുന്ന നമ്മൾ പറയുക ലൂസ് എന്ന് പറയുക. LOOSC ആണത്. ഇത് LOSC ലോസ് എന്നതിൻ്റെ പാസ്റ്റ് ലോസ്റ്റ്, പാസ്റ്റ് പാസ്റ്റ് ലോസ്റ്റ് തന്നെയാണ്. ലൂസ് എന്താണ്, നഷ്ടപ്പെടുക എന്നർത്ഥമാണ്. ലൂസിൻ്റെ അർത്ഥം എന്താണ്, നഷ്ടപ്പെടുക എന്നാണ് അല്ലേ. പിന്നെ അടുത്ത വാക്കായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഫൈൻഡ് ആണ്. ഫൈൻഡ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫൗണ്ട് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഫൗണ്ട് ആണ്. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. ഈ വേർഡ്സൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണേ. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. അപ്പോൾ എന്താണ്, ഫൈൻഡ് എന്ന് വെച്ചാൽ കണ്ടെത്തുക എന്നർത്ഥമാണ്. ഫൈൻഡ് ഔട്ട് അല്ലേ, ഫൈൻഡ് ഔട്ട് കണ്ടെത്തുക എന്നർത്ഥമാണ് അല്ലേ. അപ്പം ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. കാര്യമായിട്ട് ഇതിൽ ഈ 2 വാക്കാണുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നടത്താം. സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. സം ഓഫ് ദം, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ, എന്നെ തെരഞ്ഞ് കുറച്ച് ആൾക്കാർ പോയില്ലേ. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ് അല്ലേ. അപ്പം ഇങ്ങനെ വാർത്ത കേട്ടപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. അവിടെ പെട്ടെന്നൊരു എന്തായി മാറി, വലിയ ഒരു ക്രൗഡായി മാറി, ഇല്ല ആൾക്കൂട്ടായി മാറി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് all hope of seeing me again. Grandmother had lost all hope of seeing me again. വീണ്ടും കാണുക എന്നുള്ള എല്ലാ പ്രതീക്ഷ ആര് വിട്ടു, ഗ്രാൻഡ് വിട്ടു. She started telling the people what a good boy I was. Then grandmother started telling he was a good boy ഇല്ലേ, what a good boy I was എന്ന് ഗ്രാൻഡ് ഇതാടും പറയാൻ തുടങ്ങി ഇല്ലേ. പിന്നെയോ the search parties returned without finding me. The search parties, the one who went for searching, they came back without finding me. ആരാണ് എന്നെ തെരഞ്ഞു പോയത്, ആ പാർട്ടി എന്ത് ചെയ്തു, എന്നെ കണ്ടെത്താതെ തിരിച്ചു വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. അപ്പം ഗ്രാൻഡ് മദർ എന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. ഷീ സ്റ്റാർട്ടഡ് വീപ്പിംഗ് അല്ലേ, തേങ്ങിക്കരയാൻ തുടങ്ങി, ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ദ വിമൻ ഇൻ ദ ക്രൗഡ് ആൾസോ വെപ്റ്റ്. ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു, ദ വിമൻ ഇൻ ദ ക്രൗഡ് ആൾസോ വെപ്റ്റ് അല്ലേ, സ്ത്രീകളും കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. ഈ ഒരു കരച്ചിൽ ആരും കൂടി ചേർന്നു, സെർവൻസ് ഓഫ് ദ ഹൗസ് അല്ലേ, വീട്ടിലെ വേലക്കാരും കൂടി. ദേ ആൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വേർ ഡെഡ്. ദേ തോട്ട് അല്ലേ, അവരെന്താ കരുതുന്നത്, ഐ വാസ് ഡെഡ്, ഞാൻ മരിച്ചു, ഐ വേർ ഡെഡ് എന്ന് തോന്നിച്ചില്ല. ദേ വേർ ആൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വേർ ഡെഡ്, ഞാൻ മരിച്ചു എന്ന രീതിയിൽ എല്ലാവരും ഇങ്ങനെ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി അല്ലേ. അപ്പോഴേ
അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം നമുക്ക്. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ. ഐ വാണ്ടഡ് ടു കം ഔട്ട്. Grandfather was a man of strong will, but I knew that he too felt very sad. He did not, however, lose hope. He stood up, turned in the direction of our family temple, and prayed, "Help me, God," he said. "Give me my child. I want him now. I cannot wait any longer." He then stood silent in prayer. നമുക്ക് ആ ഭാഗം നോക്കാം. ആ ഭാഗത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള വേർഡ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡിറക്ഷനാണ്. ഡിറക്ഷൻ അല്ലേ? ഡിറക്ഷൻ എന്ന് വെച്ചാൽ അർത്ഥം ദിശ എന്നാണ്. എന്ന ഭാഗത്ത് വടക്കോട്ടും പറയാം, വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ടും പറയാം. ദിശ ഏത് ഭാഗത്തേക്ക് പോകുന്നില്ലേ, ആ ദിശയാണ് ഡിറക്ഷൻ എന്ന് വെച്ചാൽ ദിശ എന്നർത്ഥം. അതിൻ്റെ സ്പെല്ലിംഗ് DIRECTION എന്നാണ്. ഡിറക്ഷൻ എന്ന് വെച്ചാൽ ദിശ. മറ്റൊരു വാക്ക് അതിലുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം, ടെമ്പിൾ. TEMPLE. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്പലമാണ് അല്ലേ? അവർക്ക് വീട്ടിലുള്ള അമ്പലം തന്നെയാണ്. ഇതാണ് എന്താ പറയുക, ഫാമിലി ടെമ്പിളാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു, ടെമ്പിൾ എന്ന വാക്കിൻ്റെ അർത്ഥം അമ്പലം എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ. രാജ ഫെൽറ്റ് സോറി ഫോർ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദർ അങ്ങനെ പറയാൻ രാജയ്ക്ക് സങ്കടമായി അല്ലേ? രാജ എന്താണ് ഫെൽറ്റ് സോറി ഫോർ ഗ്രാൻഡ് മദർ. ഐ വാണ്ടഡ് ടു കം ഔട്ട്. രാജാവ് വാണ്ടഡ് ടു കം ഔട്ട്, പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. പക്ഷേ എന്താണ്, ഗ്രാൻഡ് ഫാദർ സ്ട്രോങ് വിൽ, നല്ല ഉറച്ച ഇതെല്ലാം തീരുമാനമുള്ള ആളാണ്. അപ്പം എന്ത് ചെയ്തു, ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. രാജ അണ്ടർസ്റ്റുഡോ, രാജ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. എന്താണ്, ഗ്രാൻഡ് ഫാദറും സാഡായെന്ന് മനസ്സിലായി. ഹി ഡിഡ് നോട്ട് ഹൗവർ ലൂസ് ഹോപ്പ്. എന്നാലും ഗ്രാൻഡ് ഫാദറിന് എന്താണ്, പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലായിരുന്നില്ല. എന്ത് ചെയ്തു, ഹി സ്റ്റുഡ് അപ്പ്. ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ്, എഴുന്നേറ്റില്ലേ? ടേൺഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ. അവിടെ തറവാട് ക്ഷേത്രത്തിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്തു, ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്തു, ആൻഡ് പ്രേഡ് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു അല്ലേ? കുടുംബക്ഷേത്രമാണല്ലേ, അപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആൻഡ് പ്രേഡ്, ഹെൽപ്പ് മീ ഗോഡ്, ഹി സെഡ്. എന്നെ സഹായിക്കൂ ദൈവമേ എന്ന് പറഞ്ഞു അല്ലേ? ഗിവ് മീ മൈ ചൈൽഡ്. എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു തരൂ. ഐ വാണ്ട് ഹിം നൗ അല്ലേ? എനിക്കിപ്പോഴും എൻ്റെ കുഞ്ഞിനെ വേണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഐ കാൺ വെയിറ്റ് എനി ലോങ്ങർ. എനിക്കിനിയും കാത്തു നിൽക്കാൻ പറ്റുന്ന ആര് പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ അല്ലേ? ശാന്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇതിൽ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. 12ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് 12ാമത്തെ ചോദ്യം, 12th question. Where might the people have searched for Raja? Why couldn't they find him? Where might the people have searched for Raja? രാജ എവിടെയായിരിക്കാം ജനങ്ങളൊക്കെ അന്വേഷിച്ചത് അല്ലേ? Why couldn't they find him? എന്തുകൊണ്ടാണ് അവർക്ക് രാജയെ കാണാൻ പറ്റാതിരുന്നതെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ നോക്കാം. The people might have searched Raja in the field. The people might have searched Raja in the field. ജനങ്ങൾ എവിടെയായിരിക്കും തിരഞ്ഞിട്ടുണ്ടാവുക? ഫീൽഡിലായിരിക്കും തിരഞ്ഞിട്ടുണ്ടാവുക അല്ലേ? They couldn't find him because he had hidden in the loft of the cowshed. They couldn't find him. അവർ കണ്ടെത്താൻ പറ്റിയില്ല അല്ലേ? എന്താ കാരണം? Because he had hidden in the loft of the cowshed അല്ലേ? കൗഷഡിലെ തട്ടുംപുറത്ത് അതിനെ ഒളിച്ചത് കൊണ്ട് ആർക്കും കണ്ടെത്താൻ പറ്റില്ല. ആരും അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ 13ാമത്തെ ചോദ്യം, ഐ വാണ്ടഡ് ടു കം ഔട്ട്. വാട്ട് പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്? രാജയ്ക്ക് പുറത്തേക്ക് വരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ എന്താണ്, സംതിങ് പ്രിവെൻറ്റഡ് ഹിം കമ്മിങ് ഔട്ട്. ആരോ എന്ത് ചെയ്തു, ഫ്രം കമ്മിങ് ഔട്ട്. ആരോ എന്തോ സംഭവം എന്ത് ചെയ്തു, രാജയെ വരുന്നതിൽ നിന്നും മടക്കി അല്ലെങ്കിൽ അവിടെ നിർത്തി അല്ലേ, വിലക്കി. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ, രാജ ഫെൽറ്റ് സോറി ഫോർ ഗ്രാൻഡ് ഫാദർ. രാജയ്ക്ക് ഗ്രാൻഡ് ഫാദറോട് സോറി തോന്നില്ലേ? മോർ ഓവർ ഹി വാസ് സ്റ്റിൽ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. എന്നിരുന്നാലും എന്താണ്, രാജയ്ക്ക് എന്താണ്, സ്റ്റിൽ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന് ഭയമായിരുന്നു. This prevented രാജ ഫ്രം കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ്. This prevented, ഈ കാര്യങ്ങളാണ് രാജ എന്ത് ചെയ്തത്, പ്രിവെൻറ്റഡ്, തടഞ്ഞത് അല്ലേ? ഫ്രം കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ്, ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വരാൻ തടഞ്ഞിരിക്കുന്ന ഈ 2 കാര്യങ്ങളായിരുന്നു. എന്താണ്, രാജ ഫെൽറ്റ് സോറി ഫോർ ഗ്രാൻഡ് ഫാദറും പിന്നെ രാജ വാസ് സ്റ്റിൽ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. ഈ കാരണം കൊണ്ടാണ് കുട്ടി വരാതിരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഓഫ് ലെസൺ ആണ്, നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്. He learned what was happening at home. He looked around and guessed where I was. He came to the cowshed and asked me to come down. I came down. Uncle took me into the house. Grandfather had just finished his prayer and turned. As he opened his eyes, he saw me standing before him. He took me up in his arms in joy, hugged me and said, God heard my prayers and has given you back to us. അല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പം ഇതാണ് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം.
അപ്പോൾ ഇതിൽ ഞാനൊരു വാക്ക് എഴുതി വെച്ച് 2 വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പാസ്റ്റും പാസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. ടേക്ക് എന്ന ക്രിയ എൻ്റെ പാസ്റ്റാണ് ടുക്ക്. ടേക്ക്, ടുക്ക്, ടേക്കൺ. എൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൺ ആണ്. ടേക്ക്, ടുക്ക്, ടേക്കൺ ഇല്ലേ. മറ്റൊരു വാക്ക് ഗിവ് ആണ്. ഗിവ്, GIVE, ഗിവ് ഇല്ലേ. ഗിവിൻ്റെ പാസ്റ്റ് ഗേവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗിവൺ ആണ്. ഗിവൻ നൽകുക എന്നർത്ഥം അല്ലേ. ഗിവ്, ഗേവ്, ഗിവൺ അല്ലേ. ഗിവ്, ഗേവ്, ഗിവൺ. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ സമയം എന്ത് ചെയ്തു? അങ്കിൾ റിട്ടേൺഡ്. ആര് തിരിച്ചു വന്നു? രാജാസ് അങ്കിൾ റിട്ടേൺഡ്, തിരിച്ചു വന്നു അല്ലേ. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. വീട്ടിൽ എന്താ നടക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയില്ലേ. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. ഹി ലുക്ക്ഡ് അറൗണ്ട്. ഓൾറെഡി രാജ ടോൾഡ് ഹിസ് അങ്കിൾ വാസ് വെരി ക്ലവർ അല്ലേ. ഇപ്പോൾ രാജ എന്ത് ചെയ്തു? രാജൻ്റെ അങ്കിൾ എന്ത് ചെയ്തു? ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റും നോക്കിയതിന് ശേഷം എന്ത് ചെയ്തു? ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്, ഞാൻ എവിടെ ഉണ്ടായിരിക്കുന്നത് ഊഹിച്ചു. പിന്നെയോ ഹി കെയിം ടു ദ കൗ ഷെഡ്. കൗ ഷെഡിലേക്ക് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. ഹി ടോൾഡ് ഹിം ടു കം ഡൗൺ അല്ലേ. ഐ കെയിം ഡൗൺ, ഞാൻ പുറത്തേക്ക് വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിൾ എന്ത് ചെയ്തു? എന്നെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അപ്പോൾ രാജയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നു, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്കിൾ വന്നപ്പോൾ ധൈര്യം, അങ്കിൾ കൂട്ടിക്കൊണ്ടുപോകില്ല. അങ്ങനെയാണ് ചില ആൾക്കാരൊക്കെ സമയത്ത് വന്ന് വേണ്ട കാര്യം ചെയ്യും, അങ്ങനെയാണല്ലേ. അപ്പോൾ അങ്കിൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അങ്ങോട്ട്. ഐ കെയിം ഡൗൺ, അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രെയർ ആൻഡ് ടേൺഡ്. ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ച് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോഴാണ് ആര് വരുന്നത്? രാജയും അങ്കിളും വരുന്നത്. ആസ് ഹി ഓപ്പൺഡ് ഹിസ് ഐസ്, വെൻ ഹി ഓപ്പൺഡ്, ഗ്രാൻഡ് ഫാദർ ആഫ്റ്റർ പ്രേയിങ്, വെൻ ഹി ഓപ്പൺഡ് ഹിസ് ഐസ്, കണ്ണ് തുറന്നപ്പോൾ എന്ത് ചെയ്തു? ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. ഗ്രാൻഡ് ഫാദർ സോ രാജ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ബിഫോർ ഹിം. ഹി ടുക്ക് മീ അപ്പ്, രാജനെ ഇങ്ങനെ പിടിച്ചു അല്ലേ. ഇൻ ഹാംസ് ആൻഡ് ഇൻ ജോയ്, സന്തോഷത്തോടെ എന്ത് ചെയ്തു? രാജനെ പിടിച്ചു അല്ലേ. ഹഗ് ഇടുന്നില്ല, ഇങ്ങനെ കെട്ടിപ്പുണർന്നു. ഹീസ് ആൻഡ് സെഡ്, ഹഗ്ഡ് മീ ആൻഡ് സെഡ്, ഗോഡ് ഹേർഡ് മൈ പ്രേയേഴ്സ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ് അല്ലേ. ഗോഡ്, ദൈവം എന്ത് ചെയ്തു? ഹേർഡ് മൈ പ്രേയേഴ്സ്, എൻ്റെ പ്രാർത്ഥന കേട്ടു. ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്, എന്നെ നിങ്ങൾക്ക് തിരിച്ചു തന്നാർന്ന് ആര് പറഞ്ഞു? ഗ്രാൻഡ് ഫാദർ പറഞ്ഞു അല്ലേ. ഇതാണ് ഈ പാഠത്തിൻ്റെ എൻഡ് ഓഫ് ദ പാട്ട്. പിന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലേ. 14th ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി റിട്ടേൺഡ് ഹോം. ഗ്രാൻഡ് ഫാദറുടെ രാജ എന്തായിരിക്കും പറയുക അല്ലേ. വെൻ ഹി റിട്ടേൺഡ് ഹോം, തിരിച്ചു വന്നപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്താണ് പറയുക? അപ്പോൾ എന്താണ് പറയുക നമുക്ക് നോക്കാം. വെൻ രാജ റിട്ടേൺഡ് ഹോം, രാജ തിരിച്ചു വന്നപ്പോൾ ഹി വുഡ് സേ സോറി ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറോട് സോറി പറയും അല്ലേ. ഇനി വേറെ എന്തെങ്കിലും ആൻസർ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ എഴുതുക. ഇതിൽ കൊടുത്ത എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളെ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് പറയാട്ടോ, എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് കീ തന്നിരിക്കുകയാണ്, ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടാക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ ആയിട്ടുള്ള ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഇതാരാണ് എഴുതിയതെന്ന് നോക്കാം. കേശവൻ ശങ്കരപ്പിള്ള, 1902 1989, നോൺ ആസ് ശങ്കർ, വാസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. ശങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കേശവൻ ശങ്കരപ്പിള്ള ജീവിതകാലം 1902 മുതൽ 1989 വരെയാണ്. അദ്ദേഹം ആരായിരുന്നു? ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും റൈറ്ററുമായിരുന്നു. ഇദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യൻ കാർട്ടൂണിസ്റ്റാണ്, അതുപോലെ തന്നെ റൈറ്ററാണ്, എഴുത്തുകാരനാണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. അദ്ദേഹത്തെ ഇന്ത്യൻ കാർട്ടൂൺസിൻ്റെ പിതാവ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഹി ഈസ് പെർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. ഇദ്ദേഹം ഏറെ ശ്രദ്ധേയനായത് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കാർട്ടൂൺസ് അല്ലേ, രാഷ്ട്രീയപരമായിട്ടുള്ള കാർട്ടൂൺസിലൂടെ അദ്ദേഹം അധികം അറിയപ്പെടുന്നത്. ഹി ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957 ആൻഡ് ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഇൻ 1965. അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് 1965 സ്ഥാപിച്ച ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയവും, അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് 1957 സ്ഥാപിച്ച ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശങ്കർ വൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ. അദ്ദേഹം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 1956 1956 പത്മശ്രീ ലഭിച്ചു. പിന്നെ 1966 1966 പത്മഭൂഷൺ ലഭിച്ചു. ആൻഡ് പത്മവിഭൂഷൺ 1976 1976 പത്മവിഭൂഷൺ ലഭിച്ചു അല്ലേ. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, നമ്മളിപ്പം പഠിച്ച പാടല്ലേ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അത് എന്താണ്? ഒരു ഫിക്ഷനാണ്. പബ്ലിഷ്ഡ് ഇൻ 1953 1953 പ്രസിദ്ധീകരിച്ചൊരു ഫിക്ഷനാണ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നത്. ഓക്കെ, ഈ പാഠം ഇവിടെ അവസാനിച്ചു. ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠം യൂണിറ്റ് 1 ഒന്നാമത്തെ പാഠം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വെക്കുക. ടെക്സ്റ്റ് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കുക. ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.